എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അക്കൗണ്ടിൽ നിന്നും പണം പോകുന്നത് അറിയുക പോലും ഇല്ല. അക്കൗണ്ട് കാലിയായതിനു ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബാങ്ക് അക്കൗണ്ടുള്ള മിക്ക ആളുകൾക്കും ഇന്ന് UPI ആപ്പുകളുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ അടക്കമുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. കാരണം നിങ്ങളുടെ സമ്മതമില്ലാതെ ഓട്ടോ പേ വഴി പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ ഓട്ടോ പേ വഴി നടക്കുന്ന ഇടപാട് റദ്ദാക്കാൻ സംവിധാനവും ഇല്ല. രാജ്യത്തെ നിരവധി ഉപഭോക്താക്കളുടെ പണമാണ് ഇതുപോലെ നഷ്ടപ്പെട്ടത്. പരാതികൾ കുമിഞ്ഞു കൂടിയതോടെ ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ഓട്ടോ പേ സംവിധാനം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ UPI സാങ്കേതിക വിദ്യയുടെ ഉടമയായ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു തവണ ബില്ലടച്ചാൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് ഒരു തവണ ബില്ലടക്കുകയോ ആപ്പുകളുടെയും ചാനലുകളുടെയും സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ചെയ്താൽ എല്ലാ മാസവും ആ ഒരു സമയം ആകുമ്പോൾ പതിവായി ഓട്ടോ പേ വഴി പണം നഷ്ടപ്പെടുന്നതായും ഓട്ടോ പേ സംവിധാനം നിരസിക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്നും ഒരുപാട് തവണ ഓട്ടോ പേ അംഗീകരിക്കുന്നതോടെ നിരന്തരം ഓട്ടോമാറ്റിക്കായി പണം നഷ്ടമാവുകയാണ് എന്നും ഉപഭോക്താക്കളുടെ പരാതി കുമിഞ്ഞു കൂടുകയാണ്. കുക്കു FM പോലുള്ള നിരവധി ആപ്പുകളുടെ സബ്സ്ക്രിപ്ഷനാണ് മലയാളികൾ എടുത്തിട്ടുള്ളത്. ഇവർക്കെല്ലാം ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ, യൂട്ടിലിറ്റി ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, EMI-കൾ എന്നിവ പതിവായി പണമടക്കുന്നതിന് 2020 UPI ഓട്ടോ പേ ആരംഭിച്ചത്. UPI-ൽ അതിവേഗം വളരുന്ന സംവിധാനമാണ് ഓട്ടോ പേ. AI, EdTech, FinTech, വെൽനെസ്, സമൂഹ മാധ്യമം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനുകളിൽ പതിവായി പണം മുടക്കുന്നത് വ്യാപിച്ചതോടെ ഓട്ടോ പേ സംവിധാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു. നിലവിൽ പ്രതിമാസം ഏകദേശം 1 ബില്യൺ ഓട്ടോ പേ ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നു എന്ന് EY ഇന്ത്യ പാർട്ണർ റന ദുർജയ് താലൂക്ദാർ പറഞ്ഞു. ഇത് രാജ്യത്തെ മൊത്തം UPI ഇടപാടുകളുടെ 5-1 വരും. അപ്പോൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷനുകൾ അല്ലെങ്കിൽ EMI, മറ്റ് സേവനങ്ങൾക്കുള്ള ബില്ലുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്ന് പോകും എന്നുള്ളതാണ് ഓട്ടോ പേയിലൂടെ പ്രശ്നം. നമുക്ക് ആവശ്യമില്ലാത്ത പണവും ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കുള്ള പണവും ഇതിൽ നിന്ന് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത അറിയിപ്പ്, KYC നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സേവനങ്ങൾ ലഭിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ, കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് വേതനം അടക്കമുള്ള നിരവധി സേവനങ്ങൾ ലഭിക്കുന്ന ആളുകൾ KYC മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ KYC നടപടി പൂർത്തീകരിക്കണം. ഇല്ല എങ്കിൽ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും എല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും KYC നടപടി പൂർത്തീകരിക്കണം. ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും മെസ്സേജ് വരികയും തുക അക്കൗണ്ടുകളിലേക്ക് എത്താത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം KYC നടപടി പൂർത്തീകരിക്കുകയും അക്കൗണ്ടിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പല ആളുകളും ബാങ്കിൽ അന്വേഷിക്കാതെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് അക്കൗണ്ട് നിർജീവമായത് അവർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബാങ്കിൽ എത്തിയപ്പോഴാണ് അവരുടെ അക്കൗണ്ട് സജീവമല്ല എന്ന് അറിയുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് സജീവമാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് മാറ്റി നൽകുകയോ ചെയ്യേണ്ടതാണ്. പുതുതായി സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളും ആദ്യം ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ അക്കൗണ്ട് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.